ഒന്നാമത്തെ ചോദ്യം, ദ കോൺസെപ്റ്റ് ഓഫ് 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഇന്ത്യയിൽ ആരാണ് 5-year പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ലോർഡ് മൗണ്ട് ബാറ്റൻ. ജവഹർലാൽ നെഹ്റു ആണ് 5-year പ്ലാൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ദ കോൺട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ ടു ഇന്ത്യാസ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള അഗ്രികൾച്ചറിൻ്റെ സ്റ്റാറ്റസ്, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലേക്ക് ഒരു അഗ്രികൾച്ചറിൽ നിന്നും കോൺട്രിബ്യൂഷൻ ഇപ്പോൾ എങ്ങനെയാണ്, കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ബി ഇൻക്രീസിങ്, ഓപ്ഷൻ സി ഡിക്രീസിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ 2020-21 കണക്ക് പ്രകാരം അത് ഇൻക്രീസിങ് ആണ്. 19.9% ആണ് നിലവിലെ അതിൻ്റെ കണക്ക്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇറ്റ് ഈസ് ഇൻക്രീസിങ്. വാട്ട് ഈസ് ദ ആനിമൽ ഇൻസൈനിയ ഓഫ് ദ RBI? RBIയുടെ എംബ്ലത്തിൽ കാണുന്ന മൃഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പാന്തർ, ഓപ്ഷൻ ബി ടൈഗർ, ഓപ്ഷൻ സി ലയൺ, ഓപ്ഷൻ ഡി എലിഫൻറ്റ്. ഓപ്ഷൻ ബി ടൈഗർ ആണ് ശരി ഉത്തരം. The number of banks nationalized in 1969 is. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 14. 1969 എത്ര ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 14 ബാങ്കുകൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബാങ്കേഴ്സ് ഓഫ് ദ ബാങ്ക്സ്? ഓപ്ഷൻ എ IDBI, ഓപ്ഷൻ ബി RBI, ഓപ്ഷൻ സി SBI, ഓപ്ഷൻ ഡി PNB. ബാങ്കേഴ്സ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വെൻ വാസ് ദ RBI ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെൻറ്? RBI നാഷണലൈസ് ചെയ്തിട്ടുള്ള വർഷം? ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1952, ഓപ്ഷൻ സി 1948, ഓപ്ഷൻ ഡി 1956. ഇതിൻ്റെ ശരി ഉത്തരം 1 ജാനുവരി 1949 ആണ്. ജനുവരി 1, 1949. ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫങ്ഷൻസ് ഫ്രം? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി നാഗ്പൂർ, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി കൊൽക്കത്ത. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെ നിന്നാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, മുംബൈയിലാണ്. അടുത്ത ചോദ്യം, അറ്റ് ടാക്സ് വിച്ച് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ദ ടാക്സ് ഈസ് ഇൻസിഡൻറ്റ് ഈസ് കോൾഡ്? ഓപ്ഷൻ എ ലോക്കൽ ടാക്സ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് ടാക്സ്, ഓപ്ഷൻ സി ഇൻഡയറക്റ്റ് ടാക്സ്, ഓപ്ഷൻ ഡി റേറ്റ്. സോ ഇത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആഫ്റ്റർ ടെക്സ്റ്റൈൽസ് ഇന്ത്യ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഇൻഡസ്ട്രി ഈസ്? ടെക്സ്റ്റൈൽസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ അടുത്ത സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഇൻഡസ്ട്രി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ജൂട്ട്, ഓപ്ഷൻ ബി ഷുഗർ, ഓപ്ഷൻ സി അയൺ ആൻഡ് സ്റ്റീൽ, ഓപ്ഷൻ ഡി സിമൻറ്റ്. സോ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ഇൻഡസ്ട്രി അയൺ ആൻഡ് സ്റ്റീലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് വാസ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഇൻഡസ്ട്രി ഏതാണ്? ഓപ്ഷൻ എ പേപ്പർ, ഓപ്ഷൻ ബി കോട്ടൺ, ഓപ്ഷൻ സി ടീ, ഓപ്ഷൻ ഡി ജൂട്ട്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ടീ. ഹൂ റോട്ട് ദ ബുക്ക് എ പാസേജ് ടു ഇന്ത്യ? എ പാസേജ് ടു ഇന്ത്യ എന്ന പുസ്തകം ആരാണ് എഴുതിയിട്ടുള്ളത്? ഓപ്ഷൻ എ മിനോ മസാനി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി EM ഫോർസ്റ്റർ, ഓപ്ഷൻ ഡി വിക്ടർ ബാനർജി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, EM ഫോർസ്റ്റർ. ദ സോങ് വന്ദേ മാതരം വാസ് ഒറിജിനലി കമ്പോസ്ഡ് ഇൻ? വന്ദേ മാതരം എന്ന സോങ് ഏത് ലാംഗ്വേജിലാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്? കമ്പോസ് ചെയ്തിട്ടുള്ള ആൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതിൻ്റെ ലാംഗ്വേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആസാമി, ഓപ്ഷൻ ബി ഹിന്ദി, ഓപ്ഷൻ സി ബംഗാളി, ഓപ്ഷൻ ഡി സംസ്കൃത്.
ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ബംഗാളി. ഇന്ത്യ ഫസ്റ്റ് ടുക്ക് പാർട്ട് ഇൻ ദ ഒളിമ്പിക് ഗെയിംസ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1928, ഓപ്ഷൻ ബി 1920, ഓപ്ഷൻ സി 1972, ഓപ്ഷൻ ഡി 1964. 1920 ഇന്ത്യ പങ്കെടുക്കുന്നത്. The next football World Cup is scheduled to be held in. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ബ്രസീൽ. സോ ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ആയതുകൊണ്ടാണ് ഓപ്ഷൻസ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അടുത്ത വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 2022 അത് നടക്കുന്നത് ഖത്തറിലാണ്. ഓർത്ത് വെക്കണം, ഖത്തറിലാണ് 2022 വേൾഡ് കപ്പ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പെയർ ഓഫ് നെയിംസ് ഓഫ് ദ സെയിം ഗെയിം. ഇവിടെ 4 പെയർ ഗെയിംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് രണ്ടും ഒരുപോലെ വരുന്നത്, അതായത് ഒരേ ഗെയിം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ വോളിബോൾ സ്ക്വാഷ്, ഓപ്ഷൻ ബി സോക്കർ ഫുട്ബോൾ, ഓപ്ഷൻ സി ബില്യാർഡ് സ്നൂക്കർ, ഓപ്ഷൻ ഡി ഗോൾഫ് പോളോ. അപ്പോൾ ഇതിൽ ഒരേപോലെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സോക്കർ ഫുട്ബോൾ. അടുത്ത ചോദ്യം, വേർ ഈസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ലൊക്കേറ്റഡ്? ഓപ്ഷൻ എ വിശാഖപട്ടണം, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി ഡെറാഡൂൺ, ഓപ്ഷൻ ഡി ചെന്നൈ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ഡെറാഡൂണിലാണ്. ദ പാരാട്രൂപ്പേഴ്സ് ട്രെയിനിങ് സ്കൂൾ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പാരാട്രൂപ്പേഴ്സ് ട്രെയിനിങ് സെൻറ്റർ എവിടെയാണ്? ഓപ്ഷൻ എ നാസിക്, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി ആഗ്ര, ഓപ്ഷൻ ഡി ഡെറാഡൂൺ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ആഗ്ര. ഇന്ത്യൻ ആർമിയുടെ പാരാട്രൂപ്പേഴ്സ് ട്രെയിനിങ്ങും ആഗ്രയിൽ തന്നെയാണ്. നാഷണൽ ഡിഫൻസ് കോളേജ് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഓപ്ഷൻ എ ഡെറാഡൂൺ, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി ജയ്പൂർ, ഓപ്ഷൻ ഡി ആഗ്ര. നാഷണൽ ഡിഫൻസ് കോളേജ് ന്യൂഡൽഹിയിലാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. വേർ ഈസ് സാലാർ ജംഗ് മ്യൂസിയം സിറ്റുവേറ്റഡ്? ഓപ്ഷൻ എ ജയ്പൂർ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി ലക്നൗ, ഓപ്ഷൻ ഡി മുംബൈ. സാലാർ ജംഗ് മ്യൂസിയം ഹൈദരാബാദിലാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. അടുത്ത ചോദ്യം, ദ ഹെഡ് ക്വാർട്ടർ ഓഫ് ILO ഈസ് ലൊക്കേറ്റഡ്. ILOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി ലണ്ടൻ, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി ജനീവ. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, ജനീവയിലാണ്. ദ ഏർലിയസ്റ്റ് സൂററ്റ് ഫാക്ടറീസ് were established by the. ഓപ്ഷൻ എ പോർച്ചുഗീസ്, ഓപ്ഷൻ ബി ഡച്ച്, ഓപ്ഷൻ സി ഇംഗ്ലീഷ്, ഓപ്ഷൻ ഡി ഫ്രഞ്ച്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ഇംഗ്ലീഷുകാർ അഥവാ ബ്രിട്ടീഷുകാരായിരുന്നു സൂററ്റ് ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വുമൻസ് യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ വാസ് ഫൗണ്ടഡ് ബൈ. ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി JC കുമാരപ്പ, ഓപ്ഷൻ സി DK കർവെ, ഓപ്ഷൻ ഡി ജ്യോതിബ ഫുലെ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, DK കർവെ. അപ്പോൾ അവരുടെ മുഴുവൻ പേര് ഡോക്ടർ ദോണ്ടോ കേശവ് കർവെ. ദ ലെങ്ത് ഓഫ് ഇന്ത്യാസ് കോസ്റ്റ് ലൈൻ ഈസ് അബൌട്ട്. ഇന്ത്യയുടെ കടൽ തീരത്തിൻ്റെ നീളം. ഓപ്ഷൻ എ 5900 കിലോമീറ്റർ, ഓപ്ഷൻ ബി 6100 കിലോമീറ്റർ, ഓപ്ഷൻ സി 7000 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 7517 കിലോമീറ്റർ. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, ഇന്ത്യയുടെ മൊത്തം കടൽ തീരത്തിൻ്റെ നീളം 7517 കിലോമീറ്റർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ദ ഗംഗ? ഗംഗ നദിയുടെ ട്രിബ്യൂട്ടറി അല്ലാത്ത നദി ഏതാണ്? ഓപ്ഷൻ എ യമുന, ഓപ്ഷൻ ബി സത്ലജ്, ഓപ്ഷൻ സി സോൺ, ഓപ്ഷൻ ഡി ഗോമതി. ഓപ്ഷൻ ബി ആണ് ഗംഗാ നദിയുടെ ഒരു പോഷക നദി അല്ലാത്തത്, സത്ലജ്. ഗംഗാ നദിയുടെ മറ്റു പോഷക നദികളുടെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ദ ഏർലിയർ നെയിം ഓഫ് ദ WTO വാസ്. WTOയുടെ പഴയ പേരെന്തായിരുന്നു? WTO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ പഴയ പേര് ഓപ്ഷൻ എ UNIDO, ഓപ്ഷൻ ബി
OECD, ഓപ്ഷൻ സി GATT, ഓപ്ഷൻ ഡി UNCTAD. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ഗാട്ട്, GATT. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഹാസ് ദ മാക്സിമം വോളിയം ഓഫ് ഫോറിൻ ട്രേഡ് വിത്ത്. ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കൂടുതൽ കച്ചവടം നടത്തുന്നത്? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി UAE, ഓപ്ഷൻ ഡി ജർമ്മനി. സോ ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ഉത്തരം USA ആണ്. ശരിക്കും ഇന്ത്യ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ചൈന ആയിട്ടാണ്. ഫസ്റ്റ് ചൈന, ദെൻ സെക്കൻഡാണ് USA വരുന്നത്. സോ ഈ ഒരു ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൈന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യേണ്ടത് ചൈനയാണ്. ചൈന ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ USA ആണ് ചൂസ് ചെയ്യേണ്ടത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അമെൻഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് ഭേദഗതി വരുത്തിയ വർഷം. പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണത്. ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1952, ഓപ്ഷൻ ഡി 1953. 1951 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് ഭേദഗതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ ഡിസൈൻ ഓഫ് ദ നാഷണൽ ഫ്ലാഗ് വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഇൻ. ഓപ്ഷൻ എ ജൂലൈ 1947, ഓപ്ഷൻ ബി ജൂലൈ 1948, ഓപ്ഷൻ സി ജൂലൈ 1950, ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 1947. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ജൂലൈ 1947. ഡേറ്റ് ചോദിക്കാന്നുണ്ടെങ്കിൽ എഴുതണം 22 ജൂലൈ 1947. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫ് ഇന്ത്യൻ ബേർഡ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ വേൾഡ് കൺസർവേഷൻ ലിസ്റ്റ്. ലോക കൺസർവേഷൻ ലിസ്റ്റിൽ ഇന്ത്യയിലെ ഏത് പക്ഷിയാണ് ഇടം പിടിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ വൾച്ചർ, ഓപ്ഷൻ ബി സ്പാരോ, ഓപ്ഷൻ സി ക്രൗ, ഓപ്ഷൻ ഡി പീക്കോക്ക്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വൾച്ചറാണ്, അഥവാ കഴുകൻ. അടുത്ത ചോദ്യം, സ്വാമി വിവേകാനന്ദാസ് ബർത്ത്ഡേ ഈസ് ഒബ്സർവ്ഡ് ഇൻ ഇന്ത്യ ആസ്. സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ഇന്ത്യയിൽ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ വേൾഡ് റിലീജിയസ് ഡേ, ഓപ്ഷൻ ബി റിനൈസൻസ് ഡേ, ഓപ്ഷൻ സി നാഷണൽ യൂത്ത് ഡേ, ഓപ്ഷൻ ഡി പീസ് ഡേ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, നാഷണൽ യൂത്ത് ഡേ. അടുത്ത ചോദ്യം, ദ കോയിൻ റുപ്പിയ വാസ് ഫസ്റ്റ് ഇഷ്യൂഡ് ബൈ. ഓപ്ഷൻ എ ഷെർഷാ, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ ഡി മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ഷെർഷാ സൂറിയാണ്. ദ ഫസ്റ്റ് മൂവ്മെൻറ്റ് ലോഞ്ച്ഡ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ വാസ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ ആദ്യമായിട്ട് എതിർത്ത മൂവ്മെൻ്റ് ഏതാണ്? ഓപ്ഷൻ എ ഖിലാഫത്ത്, ഓപ്ഷൻ ബി സ്വദേശി, ഓപ്ഷൻ സി നോൺ കോർപ്പറേഷൻ, ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, സ്വദേശി മൂവ്മെൻറ്റ്. അതിൻ്റെ വർഷം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, 1905. വിച്ച് ഫോറിൻ കൺട്രി ഈസ് ക്ലോസസ്റ്റ് ടു ആൻഡമാൻ ഐലാൻഡ്? ആൻഡമാൻ ഐലാൻഡിൻ്റെ അടുത്തുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ മ്യാൻമാർ, ഓപ്ഷൻ ബി ഇന്തോനേഷ്യ, ഓപ്ഷൻ സി ശ്രീലങ്ക, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മ്യാൻമാർ. ദ ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ ഈസ്. സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് പീക്ക്. ഓപ്ഷൻ എ മകുരുത്തി, ഓപ്ഷൻ ബി ആനമുടി, ഓപ്ഷൻ സി ഡോഡാബേട്ട, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ആനമുടി. എക്കണോമിക് സർവേ ഈസ് പബ്ലിഷ്ഡ് ബൈ. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഓപ്ഷൻ ബി പ്ലാനിംഗ് കമ്മീഷൻ, ഓപ്ഷൻ സി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് വോട്ടേഴ്സ്? ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി വോട്ടേഴ്സ്, ഓപ്ഷൻ സി പൊളിറ്റിക്കൽ പാർട്ടീസ്, ഓപ്ഷൻ ഡി ഇലക്ഷൻ കമ്മീഷൻ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഇലക്ഷൻ കമ്മീഷൻ. The Election Commission of India does not conduct the elections to the
ഓപ്ഷൻ എ ലോകസഭ, ഓപ്ഷൻ ബി ലോക്കൽ ബോഡീസ്, ഓപ്ഷൻ സി രാജ്യസഭ, ഓപ്ഷൻ ഡി പ്രസിഡന്റ് ഇലക്ഷൻ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, ലോക്കൽ ബോഡീസ്. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓപ്ഷൻ എ ഡെറാഡൂൺ, ഓപ്ഷൻ ബി ഡിഗ്ബോയ്, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി വഡോദര. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ഡെറാഡൂണിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് വേർ ഹെൽഡ് ഇൻ? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഇറാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഒന്നാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.